ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ഈ ചാപ്റ്ററിലെ അടുത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസ് ഉണ്ടാക്കുന്ന ചില പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? അതിൽ ആദ്യത്തേത് ഓക്സൈഡ്സ് ആൻഡ് ഓക്സാനയോൺസ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഒരുപാട് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നവയാണ്. എങ്ങനെയാണ് ഈ ഓക്സൈഡ്സ് ഉണ്ടാകുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹൈ ടെമ്പറേച്ചറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് കറസ്പോണ്ടിങ് ഓക്സൈഡ്സ് ഉണ്ടാകുന്നത്. ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ സ്കാൻഡിയം ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് കറസ്പോണ്ടിങ് ഓക്സൈഡുകളെ തരുന്നു. എങ്ങനത്തെ ഓക്സൈഡ്സ് ആണ് ഇവ ഫോം ചെയ്യുന്നത്? കൂടുതലായിട്ടും മോണോ ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുക. മോണോ ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല MO, ഒരു മെറ്റലും ഒരു ഓക്സിജനും റിയാക്ട് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് മോണോ ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. മിക്കവാറും മോണോ ഓക്സൈഡ്സ് ഒക്കെ അയോണിക് നേച്ചർ ഉള്ളവയാണ്. അതൊന്ന് ഓർക്കണം. മോണോ ഓക്സൈഡ്സിന് കൂടുതലും അയോണിക് നേച്ചറാണ്. എന്നാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവ കൂടുതൽ കോവാലൻ്റ് ആയിട്ട് മാറുകയും മാത്രമല്ല ഇവ കൂടുതൽ അസിഡിക് ക്യാരക്ടർ കാണിക്കുകയും ചെയ്യുന്നു. ഓക്സൈഡ്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് become acidic and more covalent based on the oxidation number increases. ഇപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഈ മെറ്റൽ ഓക്സൈഡ്സുകളെല്ലാം തന്നെ അസിഡിക് ആകുന്നു, മാത്രവുമല്ല അവ കോവാലൻ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്കാൻഡിയം ഒഴികെ മാംഗനീസ് വരെയുള്ള എലമെൻറ്റ്സ് ഇങ്ങനെ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ മാംഗനീസിനെ പറ്റി പറയുകയാണെങ്കിൽ മാംഗനീസ് ഉണ്ടാക്കുന്ന ഓക്സൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. മാംഗനീസ് ഉണ്ടാക്കുന്ന ഒരു മോണോ ഓക്സൈഡാണ് MnO, മാംഗനീസ് ഓക്സൈഡ്. ഈ ഓക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ കുറവാണ്, +2 ആണ്. അതിനാൽ മാംഗനീസ് ഓക്സൈഡ് MnO ബേസിക് ക്യാരക്ടർ ഉള്ള ഒരു കോമ്പൗണ്ടാണ്. മാംഗനീസ് ഫോം ചെയ്യുന്ന മറ്റ് ഓക്സൈഡുകൾ എന്ന് പറയുന്നത് Mn3O4, Mn2O3, MnO2. ഈ 3 കോമ്പൗണ്ടിലൊന്ന് നോക്കൂ. ഇതിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് കുറേശ്ശെ കൂടി വരികയാണ്. ഫസ്റ്റ് കോമ്പൗണ്ടിൽ +8/3 ആണ്, പിന്നത്തേതിൽ +3 ആണ്, പിന്നെ +4 ആണ്. സോ ആസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദിസ് മെറ്റൽ ഇൻക്രീസസ്, ഈ കോമ്പൗണ്ടുകൾ ആംഫോടെറിക് നേച്ചർ ഉള്ളവയായിട്ട് മാറുന്നു. എന്താണ് ആംഫോടെറിക് നേച്ചർ? ചില കോമ്പൗണ്ട്സിന് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്തരം കോമ്പൗണ്ടുകളെയാണ് ആംഫോടെറിക് കോമ്പൗണ്ട്സ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാംഗനീസ് ആംഫോടെറിക് കോമ്പൗണ്ട്സും ഉണ്ടാക്കുന്നു. ഇത് മാത്രവുമല്ല, കുറച്ചും കൂടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇവ അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, മാംഗനീസ് ഓക്സിജനുമായിട്ട് ജോയിൻ ചെയ്തുണ്ടാകുന്ന മറ്റൊരു ഓക്സൈഡാണ് Mn2O7. ഇതിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ഈ കോമ്പൗണ്ടിന് അസിഡിക് നേച്ചറാണുള്ളത്. മാത്രവുമല്ല ഈ ഒരു കോമ്പൗണ്ട് കോവാലൻ്റ് നേച്ചറും ഉള്ളതാണ്. Mn2O7 ഇറ്റ് ഈസ് ജനറലി പ്രസൻറ്റ് ആസ് എ ഗ്രീൻ കളർ ഓയിൽ. അപ്പോൾ ഇതിൽ നിന്നും തന്നെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ മാറ്റം എങ്ങനെയാണ് ഓക്സൈഡുകളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസാണ് അവയുടെ ഡിഫറൻ്റ് ആയിട്ടിരിക്കുക എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്താൽ അപ്പോൾ അവ ബേസിക് ഓക്സൈഡ്സ്, ആംഫോടെറിക് ഓക്സൈഡ്സ്, അസിഡിക് ഓക്സൈഡ്സ് എന്നിവയെല്ലാം തന്നെ ഉണ്ടാക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഓക്സൈഡുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ബേസിക് ഓക്സൈഡ്സ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, മാംഗനീസ്, അയൺ, കോപ്പർ, കൊബാൾട്ട്, നിക്കൽ എന്നിവയെല്ലാം തന്നെ ബേസിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിലെ പ്രത്യേകത? ഇത്തരം ബേസിക് ഓക്സൈഡുകളിൽ മെറ്റൽ ആറ്റം ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് Sc2O3 സ്കാൻഡിയത്തിൻ്റെ ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡുകളായിട്ടുള്ള TiO, Ti2O3, വനേഡിയത്തിൻ്റെ VO, V2O3, മാംഗനീസിൻ്റെ MnO, അയേണിൻ്റെ FeO, കോപ്പറിൻ്റെ CuO ആൻഡ് Cu2O, കൊബാൾട്ടിൻ്റെ COO, കൊബാൾട്ട് ഓക്സൈഡ്, നിക്കലിൻ്റെ NiO, ക്രോമിയം ഓക്സൈഡ് CrO. ഇവയെല്ലാം തന്നെ ബേസിക് ഓക്സൈഡ്സിന് ഉദാഹരണങ്ങളാണ്. ചില ആസിഡിക് ഓക്സൈഡ്സ് നോക്കൂ. ഇതിൽ മെറ്റൽസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹൈ ആണ്.
എക്സാമ്പിൾ Mn2O7, അതുപോലെ CrO3, OSO4, ഓസ്മിയം ടെട്രാ ഓക്സൈഡ് OSO4 എന്നിവയെല്ലാം തന്നെ അസിഡിക് ഓക്സൈഡ്സിന് ഉദാഹരണങ്ങളാണ്. ആംഫോട്ടറിക് ഓക്സൈഡ്സിനോ ടൈറ്റാനിയം, സിങ്ക്, ക്രോമിയം, മാംഗനീസ്, അയൺ എന്നിവയാണ് പ്രധാനമായിട്ടും ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത്. ടൈറ്റാനിയത്തിൻ്റെ ആംഫോട്ടറിക് ഓക്സൈഡാണ് TiO2, സിങ്കിൻ്റേത് ZnO, ക്രോമിയത്തിൻ്റേത് Cr2O3, മാംഗനീസിൻ്റെ 2 ഓക്സൈഡ്സ് ഉണ്ട്, Mn2O3 ആൻഡ് MnO2. ഇത് കൂടാതെ Mn3O4ഉം ആംഫോട്ടറിക് ക്യാരക്ടർ കാണിക്കുന്നതാണ്. വനേഡിയത്തിൻ്റെ V2O5, അയണിൻ്റെ Fe3O4 എന്നിങ്ങനെയുള്ള ഓക്സൈഡുകളെല്ലാം തന്നെ ആംഫോട്ടറിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓക്സൈഡ്സുകളെ പറ്റിയിട്ട് നമ്മൾ കണ്ടു അല്ലേ. ഇതിലെ പല ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും നമ്മൾ കണ്ടു കഴിഞ്ഞു.